കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറ്റൊന്ന്, വിവാദ FCRA ഭേദഗതി ബിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ പാസാക്കാൻ ഒരുങ്ങി കേന്ദ്രം. ഇതിനടക്കം 7 ബില്ലുകളാണ് പാർലമെന്റ് ബുള്ളറ്റിൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലും പാസാക്കും. കിരൺ ബാബു ചേരുന്നു. കിരണ്, പ്രധാനപ്പെട്ടൊരു സമ്മേളനമാണ്. കാരണം നിരവധി ബില്ലുകൾ ഭരണഘടനാ പരിഷ്കരണമടക്കം ലക്ഷ്യം വെക്കുന്ന തരത്തിലാണ് സർക്കാർ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുപ്രധാനമായ 7 ബില്ലുകളാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം FCRA ബില്ലാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലാണ്. അതിനെതിരെ പ്രതിപക്ഷവും ഇന്ത്യയിലെ വിവിധ സംഘടനകളും മതസംഘടനകളും ഒക്കെ അതിരൂക്ഷമായ രീതിയിൽ ഉള്ള എതിർപ്പ് ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് CBCI അടക്കമുള്ള സംഘടനകളൊക്കെ എതിർപ്പുയർത്തുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ട് എതിർപ്പ് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ബജറ്റ് സമ്മേളനത്തിലാണ് ഇത് അവതരിപ്പിച്ചത്. അന്ന് പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഈ ബില്ല് മാറ്റിവെച്ചിരുന്നു. പക്ഷേ അന്ന് തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരുന്നത് വീണ്ടും ഈ ബില്ല് ഈ മട്ടിൽ തന്നെ കൊണ്ടുവരും, അങ്ങനെ പാസ്സാക്കുമെന്നാണ്. അത് ഈ സമ്മേളനത്തിൽ പാസ്സാക്കുമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനമെന്ന് തോന്നുന്നു. സ്വാഭാവികമായും അത്തരമൊരു ബില്ല് വരുമ്പോൾ അതിശക്തമായ എതിർപ്പ് പ്രതിപക്ഷ സംഘടനകളിൽ നിന്നും വിവിധ മതസംഘടനകളിൽ നിന്നുമെല്ലാം ഉയരാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ചില പ്രധാനപ്പെട്ട ബില്ലുകൾ കൂടി ഈ സഭയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. അത് ഓർഡിനൻസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അത് ബില്ലാക്കി കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ബില്ല് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട ബില്ലാണ്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലും ഇക്കുറി പാസ്സാക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചാൽ അതിന് ശിക്ഷ ഏർപ്പെടുത്തുന്ന ഒരു നിയമ ഭേദഗതിക്ക് കൂടി ഭേദഗതി നിർദ്ദേശിക്കുന്ന ഒരു ബില്ല് കൂടി ഇതിന് പരിധിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ ഓഹരി നിക്ഷേപകർ സർക്കാർ കടപ്പത്രങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ബാധകമായ ദീർഘകാല മൂലധന ലാഭ നികുതി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അതിനും ഉള്ള ബില്ലും ഈ ഇതിൽ വരുന്നുണ്ട്. ഇതോടൊപ്പമുള്ള മറ്റ് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല്, MSME ഭേദഗതി ബിൽ തുടങ്ങിയവയും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബില്ലിൻ്റെ സാധ്യതയുള്ളത് വനിതാ സംവരണം നടപ്പാക്കാൻ എന്ന പേരിൽ മണ്ഡല പുനർനിർണ്ണയം നടത്താനുള്ള പുതിയ ഭരണഘടനാ ഭേദഗതി ബിൽ. ഇതിൽ നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സമ്മേളനത്തിൽ അത് വരാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. നിലവിൽ ലിസ്റ്റ് ചെയ്യാത്തത് ഇതിനെതിരെ ഉയർന്ന വലിയ എതിർപ്പുകൾ പ്രതിപക്ഷ നിരയിൽ നടക്കാനുള്ള എതിർപ്പുകളെ തുടർന്നാണ്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് സെഷനെ അപേക്ഷിച്ച് ഈ പാർലമെന്റ് സെഷനിൽ സർക്കാരിന് അനുകൂലിക്കുന്ന പാർട്ടികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് എന്നതും ഇന്ത്യ മുന്നണിയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സർക്കാരിന് കൂടുതൽ ആത്മവിശ്വാസം തരുന്ന ഘടകം കൂടിയാണ്. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.